ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് KYC എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവർ നേരത്തെ KYC ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് ശരിയാണോ അത് ശരിയായില്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് നോക്കാം എന്നുള്ളത്. അതിനകത്ത് KYC നോ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ അത് ചെയ്യാം. ആ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഇതിലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് സപ്പോർട്ട് തരുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പീയിങ് കിസാൻ എന്നുള്ളതല്ല, മറ്റ് പല ഇൻഫർമേറ്റീവായിട്ടുള്ള ന്യൂസുകളിൽ യഥാസമയം നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ആക്കി വെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗൂഗിൾ എടുക്കുക. അതിൻ്റെ സെർച്ച് ബാറിൽ pmkisan.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ടത് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഭാഗമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടുന്നത് KYC ആണ്. ആ ന്യൂ രജിസ്ട്രേഷൻ്റെ തൊട്ട് താഴെയുണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് KYC ചെയ്യേണ്ടുന്ന ഭാഗം വന്നിട്ടുണ്ട്. അവിടെ തെറ്റാതെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ തെറ്റിക്കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നമ്പർ പോലും നമുക്ക് തെറ്റാനും പാടില്ല. ഓക്കെ, എന്നിട്ടത് സെർച്ച് കൊടുക്കുക. അപ്പം നമുക്കിതുപോലൊരു ഭാഗം വരും. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് OTP കിട്ടത്തില്ല, അതുകൊണ്ട് തെറ്റരുത്. എന്നിട്ട് ഗെറ്റ് മൊബൈൽ OTP എന്നപ്പുറത്ത് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇങ്ങനൊരു പേജ് വരും. അതിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വന്നിട്ടുണ്ടാവും. അതൊരു 4 അക്ക നമ്പറായിരിക്കും. ആ നമ്പർ നമ്മൾ തൊട്ട് താഴെ കാണുന്ന മൊബൈൽ OTP എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് OTP എന്ന് കാണാം ഇപ്പുറത്ത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു ഭാഗം വരും. അവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് ഒന്നുകൂടി ആ ഗെറ്റ് ആധാർ OTP എന്ന ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് മൊബൈലിലേക്ക് ഒരു 6 അക്ക നമ്പരും കൂടെ വന്നിട്ടുണ്ടാവും. ആ വന്നിരിക്കുന്നത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലേക്കായിരിക്കും ആ OTP വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ നമ്പർ തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ KYC ഡണ്ണെന്നും പറഞ്ഞുകൊണ്ട് തൊട്ട് മുകളിലൊരു മെസ്സേജ് കാണിക്കും. എങ്കിൽ മാത്രമേ നമുക്കവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കത്തുള്ളൂ, ഒരു ഗ്രീൻ ടിക്ക് കാണിക്കത്തുള്ളൂ. അപ്പോൾ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.